നമസ്കാരം. കാർ ഇൻഫോ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കാർ ഇൻഫോ ആണ്. മൊബൈലും കയ്യിൽ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഈ വസ്തുവിനും വാഹന ലോകവും തമ്മിൽ അല്ലെങ്കിൽ പൊതുജനത്തിന് ഇതുമായിട്ട് വാഹന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ഇപ്പോൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതെന്താണെന്ന് പരിശോധിക്കാം. കാണാം റിപ്പോർട്ടിലേക്ക്. അതെ, മൊബൈൽ ഫോണാണ് ഇപ്പോൾ പണി തരുന്നത്. നിങ്ങളുടെ വാഹനം അല്ലെങ്കിൽ നിങ്ങളൊരു നിയമലംഘനം നടത്തിയാൽ ക്യാമറയോ പോലീസോ MVDയോ അല്ല ഇപ്പോൾ പണി കൊടുക്കുന്നത്, മൊബൈൽ ഫോണാണ്. അത് നൽകുന്നത് ഒരു വാഹനത്തിലുള്ളവരോ കാൽനടക്കാരോ ആവാം. കഴിഞ്ഞ മാസം വന്ന റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാഹനങ്ങളുടെ നിയമലംഘനത്തിൽ ഏറ്റവും കൂടുതൽ പണി കൊടുത്തിരിക്കുന്നത് പരിവാഹൻ ആപ്പിലൂടെ പൊതുജനങ്ങളാണ്. അതിലേറ്റവും കൂടുതൽ വന്നിരിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് നോ പാർക്കിംഗ് ആണ്. മൊബൈൽ ഫോണിലുള്ള പരിവാഹൻ ആപ്പിൽ സിറ്റിസൺ സെൻറ്റിനൽ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. അത് ആർക്കും ഉപയോഗിക്കാം. വാഹനമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് വെക്കുക. നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ വാഹനം കുറുകയിട്ടാൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിൽ കയറിയിട്ട് ഫോട്ടോയോ വീഡിയോയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ ഉടമയ്ക്ക് ഉറപ്പായും ഫൈൻ ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇനി മുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോഴോ അതല്ല നിങ്ങളൊരു വൺ വേ തെറ്റിച്ച് പോകുമ്പോഴോ, നിങ്ങളൊരു നാട്ടിൻ പ്രദേശത്തൂടെയാണ് പോകുന്നത്, ഇവിടെ ക്യാമറയില്ല, പോലീസില്ല, MVD ഇല്ല, അതുകൊണ്ട് എനിക്ക് എന്തും കാണിക്കാം, എനിക്ക് വാഹനം എവിടെ വേണേലും പാർക്ക് ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിലും വാഹനം ഓടിക്കാം, ഏത് രീതിയിൽ വേണേലും വാഹനം കൈകാര്യം ചെയ്യാം എന്നൊരു ധാരണയുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ഏതൊരു കുഞ്ഞു കുട്ടിയാണെങ്കിലും ശരി, പരിവാഹൻ ആപ്പിലുള്ള ഈ ഒരു ഓപ്ഷൻ വഴി ഈ ഒരു നിയമലംഘനം റിപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ ഒരു ഒരു വാഹനം ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു റോഡ് ക്രോസ് ചെയ്യുകയാണ്, സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ ചില 2 വീലറുകാർ എന്ത് ചെയ്യും, പെട്ടെന്ന് ഒന്ന് വെട്ടിച്ചിട്ട് പോകും, അല്ല 4 വീലറുകാരൊന്ന് വെട്ടിച്ചിട്ട് പോകും. അങ്ങനെയുള്ളപ്പോൾ ആ നടക്കുന്നയാൾ ഒരു ക്യാമറ ഓൺ ആക്കിയിട്ടാണ് നടക്കുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് പണി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ വാഹനവുമായി നിരത്തുകളിലേക്ക് ഇറങ്ങുമ്പോൾ വാഹനം ഡ്രൈവ് ചെയ്യുന്നതിൽ മാത്രമല്ല സൂക്ഷിക്കേണ്ടത്, വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും പാർക്ക് ചെയ്യുന്നതിലും ഹോൺ അടിക്കുന്നതും ലൈറ്റ് അടിക്കുന്നതും അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള നിയമലംഘനം നടത്തിയാൽ പൊതുജനമാണ് ഇപ്പോൾ കൂടുതൽ പ്രതികരിക്കുന്നത്. കോടികൾ മുടക്കി വെച്ചിട്ടുള്ള ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ട്, പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഓരോ ദിവസവും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ കെൽട്രോണാണ് അത് നിയന്ത്രിക്കുന്നത്. ചിലപ്പോൾ കെൽട്രോൺ അതിൻ്റെ പ്രവർത്തനം ഭാഗികം നിർത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ജനങ്ങൾ കൊടുക്കുന്നത് നേരിട്ട് പോകുന്നത് കൊണ്ട് ഫൈൻ കൃത്യമായി ലഭിക്കുന്നു. അതുകൊണ്ട് വാഹനമുള്ളവർ ഈ ആപ്ലിക്കേഷൻ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കകത്ത് ഫൈൻ ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റും. അതുകൊണ്ട് കൃത്യമായും പറയുകയാണ്, ഇനി സാധാരണ ജനങ്ങളാണ് ക്യാമറയ്ക്ക് പകരം പ്രവർത്തിക്കുന്നത്. ക്യാമറയുടെ അവസ്ഥ എന്തായെന്ന് വരും കാലങ്ങളിൽ നമുക്ക് നോക്കാം.